ഇതൊക്കെ കാണിക്കാൻ നമ്മൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അന്നേരത്തേക്ക് ഞാൻ ലൈറ്റ് ഇട്ട് ഇതെല്ലാം അടിച്ചതാണ്. ഇതിനൊക്കെ ഭയങ്കരമായിട്ടാണ് ശക്തമായിട്ടാണ് അടിച്ചത് ഈ കഥകിലെല്ലാം. ഇവിടുത്തെ SI വന്ന് ഇത് എന്താണെന്ന് പോലും നോക്കിയിട്ടില്ല. ആ റോഡിൽ നിന്നിട്ട് അങ്ങ് പോയി. ഞാൻ പറഞ്ഞു സാറേ ഒന്ന് കയറി നോക്കെന്ന് പറഞ്ഞിട്ട് പോലും ആ SI കയറി നോക്കിയില്ല. ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ലൈറ്റ് അണച്ചാൽ ഇതെല്ലാം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഹോളും ബെല്ലും മൊത്തത്തിൽ തകർത്ത്. എന്നിട്ട് ചീത്ത വിളിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് ഓടിയത്. നമസ്കാരം. ചിറയൻകീഴ് അഴൂരാണ്. ഒരു ഗൗരവമുള്ള വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട തുടർന്നാണ് ഇപ്പോൾ മറുനാടൻ മലയാളി ഇവിടെ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ, രജിത്ത് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഒരു 3-4 വീട് അടിച്ചങ്ങ് തകർത്തിട്ട് ഏകദേശം ഒരാഴ്ചയായി. പക്ഷേ ഇതുവരെ ആ വീട്ടുകാരെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഇതുവരെ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അയാളെ സംരക്ഷിക്കുന്നത് CPM എന്നാണ് ഇപ്പോൾ ഈ വീട്ടുകാരുടെയൊക്കെ ആരോപണം. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇത് ഈ കഥകിലടിച്ചു, പക്ഷേ ഇതിൽ പട്ട കിടന്നതുകൊണ്ട് കഥകിൽ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഹോളും ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചതാണ്. ഇത് കണ്ടോ, ഇതെല്ലാം കമ്പി കട്ടിച്ചതാണ്. പിന്നെ ഭാഗ്യത്തിന് അങ്ങോട്ടും മാറിയില്ലെന്നേ ഉള്ളൂ. എങ്കിൽ ഇതെല്ലാം പൊട്ടിയനായിരുന്നു. അന്നേരത്തേക്ക് ഞാൻ ലൈറ്റ് ഇട്ട് ഇതെല്ലാം അടിച്ചതാണ്. ഇതിനൊക്കെ ഭയങ്കരമായിട്ടാണ് ശക്തമായിട്ടാണ് അടിച്ചത് ഈ കഥകിലെല്ലാം. ബാക്കിൽ വീടിൻ്റെ മണ്ടേ കയറിയ അതുവഴി കയറി അങ്ങ് മണ്ടേ പോയി. എന്നിട്ട് ഈ ചുറ്റിന് നടന്ന് ചീത്ത വിളിയായിരുന്നു. അമ്മ എന്താ വിഷയം? എന്റെ വീട്ടിൽ 11:30 മണിക്ക് ഞങ്ങൾ കിടന്ന് ഉറങ്ങയായിരുന്നു മോനെ. അപ്പോൾ വന്നിടുന്നു പടപട അടിയും ചീത്ത വിളിയായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ മോളും കിടന്ന് വിളിച്ചപ്പോ ഞാട്ടോട്ട് ഓടി. വിളിക്കാന്ന് ചീത്തയൊന്നുമില്ല. ഹോളിമില്ലടിച്ച് പൊട്ടിച്ച് കഥ പഠിച്ച് അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. ആണ് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലെ കഥക് അടിച്ച്, പക്ഷെ കഥക് പൊട്ടിയിട്ടില്ല. ഹോളിമില്ലൊക്കെ തെറിച്ചു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഈ ഗ്ലാസ് അത്ര അടിച്ചു പൊട്ടിച്ചത്. ഇച്ചിരി കൂടെ കഴിഞ്ഞെങ്കിൽ അവൻ അവിടെ അടിച്ചു പൊട്ടി. ഞാൻ ലൈറ്റ് ഇട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചീത്തയൊക്കെ വിളിച്ചിട്ട് ഓടിയിട്ടാണ് ഇവിടെ കയറിയത്. പിന്നെ കൂടെ വന്ന് പടക്കം വെക്കും. രാത്രി പടക്കം വെക്കും. വീടുകളുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഞെട്ടി ഉണരും നമ്മൾ. പിന്നെ ഈവനാണെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഈ രാത്രി 11:30 മണിക്കാണ് ഇങ്ങനെ ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. കഥവിന് ബാക്കിലും ഫ്രണ്ടിലും കഥവ് ആദ്യം ഒന്ന് അടിച്ചു. കമ്പിയപ്പാര ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഈ അടിയുടെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. ഞങ്ങൾ കിടന്ന് വിളിച്ചിട്ട് ഞാൻ ലൈറ്റ് ഇട്ടു. അപ്പൊ എൻ്റെ മാമിയാണിത്. അവൾ പറഞ്ഞു നീ ലൈറ്റ് ആണ്. അപ്പൊ ഇവളെ വീട്ടിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ലൈറ്റ് അണച്ചാൽ ഇതെല്ലാം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഹോളും ബെല്ലും മൊത്തത്തിൽ തകർത്ത്. എന്നിട്ട് ചീത്ത വിളിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് ഓടിയത്. ഇവളാണെങ്കിൽ എന്നും ചീത്ത വിളിയാണ്. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഈ മേശിരിയോട് പറഞ്ഞു, മേശിരി ഈ ചെറുക്കൻ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? അപ്പം മേശിരി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നേരത്തെ നമ്മളൊന്ന് നിയന്ത്രിച്ചെങ്കിൽ അവൻ വീട് അടിച്ചു പൊട്ടിക്കും. അല്ല, ഒരു നാട്ടുകാർക്ക് മൊത്തം പൊതുശല്യമായി ഒരാളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതാണ് അത്ഭുതം. ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു ഇത് നമുക്കൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ്, മുകളിൽ നിന്നുള്ള വിളികൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സഹോദരൻ. നമുക്കറിയത്തില്ല. അതിന് മേഖലയിലെ ആൾ കാണുമായിരിക്കും അവർക്ക്. അപ്പം അവർ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ പോയിട്ട് ഇനി പോന്നു. എന്നിട്ട് എന്നും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പൊ പറയാം അത് അവൻ എന്നെ മാനസിക രോഗമാണ്, അവന്റെ അമ്മ ഒരു വഴക്കം അവന്റെ അച്ഛനോ അവന്റെ അമ്മയോ അവനോ ഒരു വഴക്കുന്നോ ഞങ്ങൾ ഒന്നിനു പോകുന്നില്ല. നമുക്ക് സമയമാണെങ്കിൽ രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രിയാണ് വരണത്. അവരുമായിട്ട് യാതൊരു ഇതുമില്ല. നമ്മളെ ബന്ധമല്ല, സ്വന്തക്കാരല്ല, ഒരു ഇതുമില്ല, ജാതിക്കാർ പോലും. പിന്നെ അവരെന്തിനാണ് നമ്മൾ വഴക്കിന് പോകണത്? ഒരു ഇഷ്യൂ ഇല്ലാതെ ഇങ്ങനെ ഈ നമ്മൾ ഉറങ്ങിക്കിടന്ന് കൊച്ചുങ്ങളൊക്കെ പേടിച്ചു പോയായിരുന്നു. 7 വയസ്സായ 2 കൊച്ചുങ്ങളുള്ള നേരിട്ട കൊച്ചുങ്ങൾ. അത് 10-18 വർഷം കൂടി കിട്ടിയ കൊച്ചുങ്ങളാണ്. അതുങ്ങൾ പേടിച്ച് ഇതിനകത്ത് കിടന്ന് വിളിയായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്ന് വിളിക്കണം. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അവർ ഇതല്ലേ പറയുള്ളൂ. ഒരാള് നിങ്ങളോട്ട് യാതൊരു ശത്രുതയില്ല, ഒന്നുമില്ല, വെറുതെ വന്ന് വീടുകൾ അടിച്ച് പൊളിക്കുകയാണ്. നമ്മളെ കുടികളക്കും, എല്ലാ വീടുകളിലും കുടികളക്കും, എല്ലാരും ചീത്തയാണ്. തന്തേനെയും തള്ളേനെയും ചേർത്താണ് ചീത്ത വിളി. ഭയങ്കര ചീത്തയെന്ന് വെച്ചാൽ പുറത്ത് പറയാൻ വയ്യാത്ത ചീത്തയാണ്. 11:30-12 മണി ഈ റോഡിൽ പോണ പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തും. അവരെയൊന്ന് വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ചില നേരത്തൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മളാരും ഇറങ്ങൂല. ആരും വരാൻ നമ്മളെ വീട്ടിൽ ആരും
ആരും വരണ ഇഷ്ടമല്ല, നമ്മളിവിടെ ജോലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടൻ പണി ചെയ്യുന്ന ഒരു മേശം പണി ചെയ്യുന്നതാണ്. അപ്പോൾ സാധനം എടുക്കാൻ വരുമ്പോൾ അവരെ ചുമ്മാ കിടന്ന് വഴക്കുറയൊക്കെ. ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ നമുക്കൊരു വെളിയിൽ ബാത്റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടേ. അപ്പോൾ ആ ജോലിക്ക് വന്നവരെ ചുമ്മാ കിടന്ന് പള്ളുവിളിയായിരുന്നു. ഒരു കാരണമില്ലാതെ അവരോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിച്ച് ഭയങ്കര തെറി പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് ചെറിയൊരിതുണ്ടായിരുന്നു. അത് അന്നേരം ചേട്ടൻ എന്നിട്ട് ഒന്നിനും ഇടപെടാനായിട്ട് പോയില്ലായിരുന്നു. പോട്ടെ, അടുത്ത് കിടന്നുകൊണ്ട് ഒരു ഇഷ്യൂ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മിണ്ടാതെ അങ്ങ് ക്ഷമിച്ച് അങ്ങ് പോയി. പള്ളും പരിഹാസം പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു ഇതിലങ്ങ് പോയി. പിന്നീട് നമുക്ക് സമ്മതം കൊടുക്കൂടാ. ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ നമ്മളെ വീട്ടിലാണ്, കുഞ്ഞായതുകൊണ്ട് എല്ലാവരും ഇവിടെയാണ് തുടങ്ങിയപ്പോഴേ വരുന്ന സമ്മതിക്ക് വരണത്. അപ്പോൾ അത് സമ്മതിക്ക് വരണോണ്ട് ഇവിടെ കുറേ സമ്മതിക്ക് കുറേ പെണ്ണുങ്ങൾ ഒരു നേരമാകുമ്പോൾ വരും എന്നും പറഞ്ഞാൽ അതും അവനൊരിതാണ്. ആർക്കും നമ്മളെ വീട്ടിൽ വരണത് അവന് ഇഷ്ടമല്ല. ഇതൊക്കെ കാണിക്കാൻ നമ്മൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അവര് കണ്ണാശുപത്രി പോയേക്കണം, അല്ലെങ്കിൽ അവര് മന്നനായിരുന്നു. ആ വീട്ടിൽ പോയി കതവിൽ അടിച്ചിട്ട് 3-4 വാഴ അങ്ങ് വെട്ടിയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. കതവിലും ജനലിലും ഒക്കെ അങ്ങ് അടിച്ച്. അത് ഒരു മക്കളൊന്നും ഇല്ലാത്ത ആളാണ്. കിഡ്നിക്കൊക്കെ കംപ്ലൈന്റ് ഉള്ളതാണ്. ചേട്ടൻ പേടിച്ച് ഭൂതകളവ് ആളിന് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അവര് കണ്ണോപ്പറേഷത്തിന് പോയിക്കണം, അല്ലെങ്കിൽ അവരും കൂടി വന്നനായിരുന്നു. അവനെ വീട്ടിലിരിക്കാതെ നാടൊരു പോലെ ഇടക്കണ കിട്ടാതെ കിട്ടിയതാണ് 2 കൊച്ചുങ്ങള്. അവര് പേടിച്ച് ഇങ്ങനെ പിന്നെ അവനിങ്ങനെ ഇത് ഇന്നതാണ്, അവന് അവന്റെ ആശുപത്രി അഡ്മിറ്റ് ആവാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറയണേന്ന് പറയണം. അപ്പൊ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാരും പിന്നെ വന്നിട്ടില്ല. ഇവിടുത്തെ SI വന്ന് ഇത് എന്താണെന്ന് പോലും നോക്കിയിട്ടില്ല. റോഡിൽ നിന്നിട്ട് അങ്ങ് പോയി. ഞാൻ പറഞ്ഞു സാറേ ഒന്ന് കയറി നോക്കെന്ന് പറഞ്ഞിട്ട് പോലും ആ SI കയറി നോക്കിയില്ല. പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടാണ് പറഞ്ഞ നിങ്ങളെ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് മേലിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞു അല്ല ഞങ്ങൾ റെക്കോർഡില്ല, ഞങ്ങൾ അകത്ത് ഇവരൊന്നും എടുത്തില്ല. ഇവര് പേടിച്ച് വിറച്ചിരിക്കല്ല. നമ്മൾ എങ്ങനെ സാറേ എടുക്കുന്നത്? അവന്റെ കയ്യിൽ വലിയ ഇതുണ്ടായിരുന്നു, പാര. ഈ തടി ആ ചെരുപ്പൊക്കെ അവന്റേതാണ്. ഈ ചെരുപ്പൊക്കെ അവന്റേതാണ്. ഈ ചെരുപ്പ് ആ തടി അതാണ് അവന്റെ ചെരുപ്പാണ്. അതെല്ലാം അതുകൊണ്ട് പിന്നെ പിടിച്ച ഇവന്റെ കയ്യിൽ ഇതൊക്കെ ഇരിക്കുമ്പോ നമ്മൾ മണ്ടയ്ക്ക് ഒരു അടി കിട്ടിയാൽ നമ്മൾ പോയാ നമുക്ക് ആളില്ലാതാവൂലേ? ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ മെമ്പറോ ആരെങ്കിലും ഒക്കെ വന്നോ? മെമ്പർ ഞങ്ങളൊപ്പം വന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആ കൊച്ചാണ് രാത്രി വിളിക്കുകയൊക്കെ ചെയ്തത്. അവള് പിറ്റേന്ന് 4 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കൊച്ചു ഇവിടെ ഇരുന്ന് പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം SI വന്ന് പറഞ്ഞ് മെമ്പറിൻ്റെ കൂടെ പ്രാന്താശുപത്രി കൊണ്ടുപോകാൻ. അപ്പം മെമ്പറാണെന്ന് അറിഞ്ഞില്ല. അപ്പം മെമ്പർ കേട്ട് സാറേ ഇത് എന്റെ ജോലിയാണോന്ന് കേട്ട്, ഇത് എന്റെ ജോലിയാണോന്ന് കേട്ട്. അത് അവന് അച്ഛനും അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട്, അവരാണ് കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ സാറിന് എന്തൊരു ജോലിയെന്ന് ചോദിച്ചു. എത്ര വർഷമായിട്ട് നിങ്ങൾ സഹിക്കുന്നു? എത്രയെന്ന് വെച്ചാൽ ഒരുപാട് നാളുകൊണ്ട് ടീച്ചർക്ക് 30 വയസ്സ്. അവന് 10-20 വയസ്സ് തൊട്ടേ അവൻ വകുപ്പ് തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിച്ച സമയത്ത് ടീച്ചർമാരെ അടിയാന്ന്, ഇപ്പൊ അച്ഛനും അമ്മേനെ അടിയായി, ഇപ്പൊ നാട്ടുകാരെ അടിയായി, വീട് അടിച്ചു പൊട്ടിപ്പായി. 2 വർഷം കഴിയുന്നു. ഇവിടെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് രാത്രി നമ്മള് പിന്നെ കേസ് കൊടുത്തതുള്ള വേറെ ഒന്നും പോയില്ല. ചെറുപ്പക്കാർക്കൊന്നും ഒന്നുമില്ലേ? ഇവിടെ ചെറുപ്പക്കാരൊന്നും ഇല്ലേ? ഇല്ല. ഇവിടെ ഒരു മേശിരിയുണ്ട്, അപ്പുറത്ത് നമ്മളെ മാമ, അത് ഒന്നിനും ഇറങ്ങുന്ന ആളല്ല. ഗൾഫിൽ പോകും, അവര് ഇതിന് ഇടൂല, അവര് ഗൾഫിൽ പോകൂലേ, എല്ലാവർക്കും അവരെ പേടിയാണ്. കുടുംബം നോക്കാൻ വേറൊരു വീട്ടിൽ ഇനി ഇത് കണക്ക് വരാൻ പാടില്ല. ഒരു അസുഖമില്ലാത്ത ഒരു മനുഷ്യൻ, 2 കൊച്ചുങ്ങൾ, ഇത്രയും കാലം കഴിഞ്ഞ് കിട്ടിയതെന്നറിയാം ആ കുട്ടികൾക്ക്. അവർക്കിപ്പോൾ പേടി, കൊച്ചുങ്ങൾക്ക് നമുക്ക് പേടിയാവണം. എൻ്റെ കൊച്ചിൻ്റെ വീടാണ്. കൊച്ചുങ്ങൾ ചേച്ചി എനിക്ക് പേടിയാവുന്നു, ഞങ്ങൾക്ക് പാമ്പ് കയറി വരും, അവരെ കൊണ്ടുപോയി പറ്റൂല. ഇതിനെന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. പോലീസുകാരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണല്ലോ. ഉറപ്പാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമുക്ക് അനുഭവം കിട്ടിയതാണ്. സംരക്ഷിക്കുന്നുണ്ട്, ഉറപ്പ്. അതിന്റെ ബലമാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്താ? എങ്കിൽ പിന്നെ വരുമായിരുന്നല്ലോ അവര്, പാർട്ടിക്കാർ ഇവിടെ, പ്രസിഡന്റൊക്കെ ഇവിടെ വരുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവര് വരിയില്ലായിരുന്ന, അവരുടെ ബലം കൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ആ ഒരു വ്യക്തി, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശല്യം കൊണ്ട് ഒരു നാട്ടുകാർ മുഴുവൻ പൊറുതിമുട്ടുന്ന അവസ്ഥ. അയാളെ സംരക്ഷിക്കുന്നത് CPM പാർട്ടി എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത്. ആരോപണം ശരിയാണെങ്കിൽ പോലീസ് ഇതുവരെ നടപടിയെടുത്തിട്ടുള്ളതും വാസ്തവമാണ്. കാരണം അവർ കഴിഞ്ഞ തിങ്കളാഴ്ച കൊടുത്ത കേസാണ്. ഈ സമയം വരെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ അദ്ദേഹത്തെ മാനസികരോഗിയായി സ്ഥിരീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനാണ് ശ്രമമെന്നൊക്കെയാണ് ഈ അമ്മമാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഈ ഒരു ഗൗരവമുള്ള വിഷയം ഞങ്ങൾ ബന്ധപ്പെട്ടവരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നടപടിയെടുക്കേണ്ടത് നിങ്ങളാണ്. മണനാടൻ മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മേനോനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.